ഈ വഴി ഉണ്ടായില്ലേ ഇവിടെ? ചാടി ബീച്ച് ലേഡിയല്ലേ ഈ വഴി ഇങ്ങനെ പോയി ബീച്ച് നോക്കിട്ട് വരാം. ഇവിടെ കൂടെ അന്നാ കണ്ട ബീച്ച് എവിടെ? കടലച്ച അതത് ഓണാക്കുമ്പോഴുള്ള സൗണ്ടാ, അല്ലാത്ത സൗണ്ട് ഇവിടെ കടലിതേ. ഇതിപ്പോ ബീച്ചിലെത്തി. ഇല്ല പറയട്ടെ, അന്ന് നമ്മ ഈ ബീച്ചിന്റെ ഈ ഇവിടെ എത്തിയപ്പോഴേ കടല് ലോട്ടൈഡായിരുന്നു. ലോട്ടൈഡില് നന്നായിട്ട് ആ സൈഡിൽ എന്തോ ആയിരുന്നു അന്ന്. ആ സൈഡിലായിരുന്നു ആ ഊഞ്ഞാലൊക്കെ അവിടെ അല്ലേ? നോക്കി നോക്കാം, പോയി നോക്കാം. ചളി ചളി ചളി. ഓടിക്കഴിഞ്ഞാൽ ചൂടാവും. മരത്തമ്മ ചവിട്ടുമ്പോൾ തന്നാണ്ട് നോക്കണം. എനിക്ക് തണുപ്പ് പോകുന്നുള്ള അല്ലെങ്കിൽ അതുകൊണ്ട് ഞാനിപ്പോ ഓർഡർ ചെയ്യാം. ഇല്ല അവിടുന്ന് ഇങ്ങനെ നടന്ന വരത്തില്ലേ, കാട് കയറി പോണ്ടാവും. രണ്ട് ഓപ്ഷൻ. ഇപ്പൊ ഹൈസൈഡ് ആയതുകൊണ്ട് വെള്ളം കയറിയിരിക്കും, അതുകൊണ്ട് ബീച്ചിൽ സ്ഥലമില്ല. വേണമെങ്കിൽ ബീച്ച് വഴി നടക്കാം. ബീച്ചിൽ മൊത്തം പെബിൾ സ്റ്റോൺസ് ആയതുകൊണ്ട് ഒരിത്തിരി സ്ലോ ആയിരിക്കും നമ്മൾ നടക്കുമ്പോൾ. കാട്ടിലങ്ങനെ വ്യത്യാസമുണ്ട്. കാട്ടിൽ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ട്രയലാണ്. സിനിമാറ്റിക്കായിട്ട് നല്ല രസത്തിൽ കിട്ടണം കേട്ടോ ഇതിൽ. വേണ്ടോ ഇത്തിരി മുന്നോട്ട് പോയി. ലുക്ക് അറ്റ് ദിസ് വേ പ്ലീസ്. എത്തിയിരിക്കുന്നു പോയിന്റ്, ലേഡി എല്ലൻ പോയിന്റ്. ചത്ത് ആട്ടറോ
അയ്യോ എന്തേ മരം വലിയ മരം സിനിമാറ്റിക് ആയിട്ട് പറഞ്ഞ ഷൂട്ട് ചെയ്ത് നോക്കിയതാ. എന്തോ പ്രത്യേക ചെടി കണ്ടുപിടുത്ത കുറച്ചാലും ഇതൊന്ന് പിടിച്ചു നോക്ക്. അപ്പൊ തണുക്കോന്നറിയാം. ശ്രദ്ധിക്കേണ്ടത് കരടി വരും. ബെയർ ടെറിട്ടറിയാണ്. ഇപ്പൊ ഇവിടെ ബ്ലാക്ക് ബെയർ മാത്രമേ ഉള്ളൂ. നമ്മൾ പോകുമ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ കരടി ഉണ്ടോ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പൊ നോർത്ത് ഐലൻഡിൽ ചെന്നായകളും ഉണ്ട്. ചെന്നായ, കുറുക്കനല്ല, ചെന്നായ, സീ വൂൾസ്. അപ്പൊ അവറ്റങ്ങ് പാക്കായിട്ട് നടക്കുള്ളൂ. പാക്ക് ഹണ്ടേഴ്സാണ്. അപ്പോൾ സേഫ്റ്റിക്ക് എപ്പോഴും എന്താണ് വേണ്ടത്? ഇത് വേണം, ഇങ്ങനത്തെ ഐറ്റം. ഇത് ബെയർ സ്പ്രേ. നമ്മൾ പെപ്പർ സ്പ്രേനേക്കാളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റം. പറഞ്ഞു കൊടുക്കും. പിന്നെ എന്തിട്ടാന്ന് എങ്ങനെ അടിക്കേണ്ടത് കാണിച്ചു കൊടുക്ക്, ഡെമോൺസ്ട്രേഷൻ കാണിക്കും. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ആക്സിഡൻ്റ് നമ്മൾ നേരെ തിരിച്ചു പിടിച്ചു. ഇപ്പോൾ ഇതാണ് എൻ്റെ നോസുകൾ. ഇപ്പുറത്തുനിന്ന് അടിച്ചാലും ഇതിൽ കൂടെ വരാം. അപ്പോൾ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ മുഖത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ മറ്റേ ഇതിനേക്കാളും പെപ്പർ സ്പ്രേനേക്കാളും സ്ട്രോങ് ആയതുകൊണ്ട് അലർജിക് റിയാക്ഷൻ വരും. ആളപ്പം തന്നെ അടിച്ചു പോകും. അത് വളരെ സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ. അടിക്കുമ്പോൾ എന്തിട്ടേക്ക് ശ്രദ്ധിക്കണ്ടേ? പെട്ടെന്നായിരിക്കും നമ്മൾ കരടീനേക്ക് കാണണം. അപ്പോൾ ചാടി എടുത്ത് അടിക്കരുത്. കരടി ആ വഴി പോവുകയാണെങ്കിൽ ആ വഴി പോകണത്. കരടികൾക്ക് അത്രയും എഫക്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ഇറിറ്റേഷൻ ആണല്ലോ. ഒരു ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ. നമുക്ക് ഇറിറ്റേഷൻ വരും. കാരണം കാറ്റ് നമ്മുടെ സൈഡിലേക്കാണെങ്കിൽ ആ അടിക്കുന്ന സാധനം മൊത്തം നമ്മുടെ സൈഡിലേക്ക് വരും. അപ്പോൾ ഒരു കാര്യം ഉണ്ടാവില്ല ഇത് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം എങ്ങനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം എന്നും കൂടി നോക്കണം. അപ്പോൾ വളരെ അടുത്താണ്, ഇത്ര അടുത്താണ്. ബുദ്ധിയാണ് മെയിൻ. ബുദ്ധി ഇല്ലാത്തവർ വരരുതെന്നല്ല, ബുദ്ധിയുള്ള ആരെങ്കിലും കൂട്ടി കൊണ്ടുപോയാൽ മതി നമുക്ക്. അതെ, എന്താ മോസ് ലൈക്കൻ എന്ന് പറഞ്ഞ മോസാണ്. അപ്പം ശ്രദ്ധിച്ച് വേണം ഇത് യൂസ് ചെയ്യണം തന്നെ. പിന്നെ കാട്ടി പോകുമ്പോൾ എന്തിട്ടൊക്കെയാണ് ശ്രദ്ധിക്കണ്ടേ? വേസ്റ്റ് അത് ഇതൊന്നും കൊണ്ട് അവിടെ ഇടരുത്തുന്നു. വലിയൊരു സംഭവം. നമ്മൾ പോകുമ്പോൾ മിനിമലി പാക്ക് ചെയ്യണം. അതുപോലെ ഫുഡ് കൊണ്ട് കാട് കയറാൻ വന്നു കഴിഞ്ഞാൽ ഫുഡ് ഈസ് എ ബെയർ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് അട്രാക്റ്റഡ് എന്നുള്ള പറയാം. മറ്റേ എനിക്ക് ഭയങ്കര സ്മെല്ല് കിട്ടും. അല്ല, സ്പ്രേ അടിച്ചിട്ട് പോകാൻ പാടില്ല എന്ന് പറയും. സ്പ്രേ ഭയങ്കര സ്വീറ്റ് മണമാണല്ലോ, അല്ലെങ്കിൽ അട്രാക്റ്റീവ് മണമാണല്ലോ. അപ്പോൾ സ്പ്രേ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വൈൽഡ് ലൈഫിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുള്ളൂ. അതുകൊണ്ട് കാട് കയറുമ്പോൾ സ്പ്രേ അടിക്കാൻ പാടില്ല എന്ന് പറയും. പിന്നെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോൾ സംസാരിക്കുന്നതും ഇങ്ങനെ അങ്ങനത്തെ ശബ്ദങ്ങൾ കുഴപ്പമില്ല. ബട്ട് ഉണ്ട്, മാർക്കർ ആരോ പൊളിച്ചിട്ടാണോ? കരടി അവിടെ ഇവിടെ മാന്തി ഇടും. ചിലപ്പോൾ മാന്തി പാടുകൾ കാണാൻ പറ്റും. അപ്പോൾ വേറെ കാര്യം, പ്രത്യേകിച്ച് ഇവിടുത്തെ ഫസ്റ്റ് നേഷൻസിൻ്റെ ലാൻഡ് അത്. അപ്പോൾ നമ്മൾ അവരുടെ പോണ സ്ഥലത്തെ കൾച്ചർ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് വേണം പോവാൻ. ഓരോ സ്ഥലം പോകുമ്പോൾ മിനിമം നമ്മുടെ കയ്യൊപ്പ് പതിക്കാണ്ട് നോക്കി പോകണം എന്ന് പറയും. കിളിയിരിക്കും. Why go that way? ഉണ്ടമണി.
നോക്കൂ. പേര് ഇല്ല എന്നാട്ടോ എടുത്തു ആ ജാക്കറ്റ്. കെൽപ്പിന്റെ തണ്ടാണ്, പൈപ്പല്ല. കെൽപ്പ് തരം ചെടിയാണ്, ചെടി, കടൽ ചെടി. ഇവിടുത്തെ കൽക്കരിയുടെ കഷ്ണം മിന്നു. കോള് കോളുടെ കഷ്ണ അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇതിൽ ഫോസിലുണ്ടെങ്കിലും ചിലപ്പോ പണ്ടത്തെ ഓരോ ഇതുകളുണ്ടാവും. മറ്റേ വെളുത്തുള്ളി എന്തോ പണ്ടത്തേതാട്ടോ. അതിൻ്റെതായ രസമുണ്ട്. മനസ്സിലാക്കി നമ്മൾ തിരിച്ചറിഞ്ഞ് വേണം ഓരോ സ്ഥലം നമ്മൾ ഓപ്പൺ മൈൻഡിൽ വേണം പോവാൻ. ഡോണ്ട് കീപ് ടു മച്ച് എക്സ്പെക്ടേഷൻസ്. ഇതാണ് ലേഡി ഐലൻഡ് പോയിന്റ് എന്ന് ഞാനങ്ങ് കരുതേ. കാരണം ഇനി അങ്ങോട്ട് പോയി വട്ടം കറങ്ങി അപ്പുറത്തെത്താം. അവിടെ വരെ പോകാൻ മിന്നുവിനും പറ്റില്ല, എനിക്കും പറ്റില്ല. ഇല്ല ഞാൻ പോവില്ല, എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ ഇതാണ് ലേഡി ഐലൻഡ് എന്നങ്ങ് വിചാരിച്ചു. അതെ മിന്നു, ഈ പടച്ച് കയറണത് കാണാൻ ഒരു ഭംഗിയല്ലേ മിന്നു. പാറിന്റെ മേളില് പോയി നിൽക്കാം. ഉറങ്ങി എന്തത് കാട് വഴി പോവാൻ തിരിച്ചു കയറണം. ഓക്കെ
ആ ഒരു വെയിലടിച്ചപ്പോ ആ ഭാഗം മാത്രം പച്ചച്ചിരിക്കണ്ടായിരുന്നു. ഫെറി ഇങ്ങനെ പോവാൻ ലാസ്റ്റ് ഇപ്പോൾ കോട്ടമുറിയിലടി അമ്പഴക്കാട് എനിക്ക് പേടിത് പിടിക്ക്. എന്താ നീ നിന്റെ രീതിയിൽ വീഡിയോ എടുക്കും കേട്ടാ. വള്ളി കുടുങ്ങോ താക്കോലി കുടുങ്ങും. എന്റെ ഫോണിന്റെ വരുന്നില്ല. അഭിനെ വിടും. അതിന്റെ വിടും. വാട്ടർ പണി നിർത്തി ഇതിമുള്ളാട്ടോ സാധനം ഇതെന്റെ നേരത്തെ ഉണ്ടായിരുന്നില്ല അത് പിന്നെ വെള്ളം വന്ന വഴി നമുക്ക് ഇങ്ങനെ ഇറങ്ങാം. ബീച്ചിൽ കൂടെ പോകണം. ഇറങ്ങാൻ പറ്റൂടെ വഴിയുണ്ട്. അതിൽ കൂടെ പോവാം. അത് കണ്ടു ഞാൻ സ്ലിപ്പാത് ചിരിച്ചനി ചിരിച്ചെന്തിനാ? ഹലോ സെൽഫിണ്ടോ? കാര്യം പറയട്ടെ. ലൈറ്റ് ഹൗസ് അപ്പുറത്താ. നമുക്ക് കുറെ പോണം. കുറച്ചുകൂടി പോണം. തുറക്കണ്ടോ? ഇല്ല കൈ ഉള്ളിക്കിട്ടെ തണുക്കാണ്ടിരിക്കാൻ
കഴിഞ്ഞിട്ടല്ലേ കൈ ഉള്ളിടുന്നത്. ആണോ? ദേ വഴി. ആ അതിലൂടെ കേട്ടോ. ഇത് കയറാൻ പറ്റില്ലടാ. ചത്താരെ നമുക്ക് പിന്നെ കേറിയിരിക്കണം. നല്ല വീട്.